അങ്ങാടിയുണ്ണി ഗണപതിയേ ഗണപതി ഭഗവാനേ നമാമി ഗണപതി ഭഗവാനേ ഗണപതി ഭഗവാനേ. ഇവിടെ ആരുമില്ലേ? കൗശികപുരം മഹാരാജാവ് ഈ പാവം കരുണാകരന്റെ വീട് തേടി വന്നത് അടിയനെ വിശ്വസിക്കാനാവുന്നില്ല. കാണുന്നത് സത്യമോ അതോ മായാജാലമോ? ഒച്ചയായ സത്യം. ഇതിനു മാത്രം ഭാഗ്യം അടിയൻ ചെയ്തു. കരുണാകരന്റെ കുടുംബത്തിന്റെ ഭാഗ്യജാതകം തെളിയാൻ പോവുകയാണ്. അന്ന് ഇദ്ദേഹം നമ്മുടെ കൊട്ടാരം ജോത്സ്യൻ ശാരംഗതൻ. പുഴ കടന്ന് ഈ രാത്രിയിൽ മഹാരാജാവ് ഇവിടേക്ക് വന്നത് ബുദ്ധിമുട്ടായി കാണുമല്ലോ. അറിയിച്ചിരുന്നെങ്കിൽ കുടുംബസമേതം അടിയങ്ങൾ തിരുമുമ്പിലെത്തിയേനെ. നിങ്ങളെയും കുടുംബത്തെയും തേടി വരേണ്ടത് മഹാരാജാവിന്റെ നിയോഗമാണ്. ശിരോലിഖിതം. അടിയങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല. മഹാരാജാവ് നിങ്ങളുടെ ഭവനത്തിൽ കാല് കുത്തിയ നിമിഷം കരുണാകരന്റെയും മകനായ നിങ്ങളുടെയും ശുക്രനക്ഷത്രം ഉദിച്ചു തുടങ്ങി എന്നു സാരം. അടിയന് കിടാങ്ങൾ രണ്ടുപേരാ. ഈ നിൽക്കുന്ന ഉദയനനും ഇവന്റെ പെങ്ങൾ ഊർമിളയും. മകളെ മറ്റൊരു ദേശത്ത് മംഗലം ചെയ്ത് അയച്ചു. ഇവിടെ ഇവന്റെ ഭാര്യ ഇരട്ടപുത്രന്മാർക്ക് 27 ദിവസം മുൻപ് ജന്മം നൽകി. നാം അറിഞ്ഞു. എങ്ങനെ? ഒരു സാധാരണക്കാരനായ അടിയന്റെ ഭാര്യ പ്രസവിച്ചത് അവിടുന്ന് എങ്ങനെ അറിഞ്ഞു? അത്ഭുതം തന്നെ. ഏയ്, അത്ഭുതപ്പെടാൻ ഒന്നുമില്ല. ഏതു നാട്ടിൽ നടക്കുന്ന സംഭവവും ഒരു ഞൊടിയിടയിൽ മഹാരാജാവിന്റെ കാതുകളിൽ എത്തിക്കാനുള്ള നൂതന ഭരണ സംവിധാനം കൗശികപുരത്തിനുണ്ട്. കൗശികപുരത്തിന് മാത്രം ആ വിദ്യകൾ സ്വന്തം. കേട്ടിരിക്കുന്നു അവിടുത്തെ ഉഗ്രപ്രതാപത്തിന്റെ കഥകൾ ഈ ദേശത്തും പ്രചരിക്കുന്നുണ്ട്. ആ പ്രതാപത്തിന്റെ കഥകൾ അസ്തമയത്തിന്റെ നേരേഖയിൽ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതേ കരുണാകര, നമ്മുടെ ഭരണവും ഭരണ നേട്ടങ്ങളും സാങ്കേതിക വിദ്യയുടെ മികവും ഇനി പഴങ്കഥകൾ എല്ലാം കാലയവനികയ്ക്കുള്ളിൽ പഴമ്പാട്ടാകാൻ പോവുകയാണ്. മഹാരാജൻ, അങ്ങ് വ്യസനിക്കരുത്. അത് കാണുവാനുള്ള കെൽപ്പ് അടിയങ്ങൾക്കില്ല. ഏത് സാഹചര്യവും ധീരമായി നേരിടുന്ന മഹാരാജാവിന്റെ വാക്കുകൾ അടിയങ്ങളുടെ കാതുകളിൽ വേദനയുടെ തീ കോരിടുന്നത് പോലെ. ഞങ്ങൾക്കത് സഹിക്കാനാവുന്നില്ല. ആദ്യ സമാഗമത്തിൽ തന്നെ അയ്യോ, അരുതാത്തതൊന്നും കേൾക്കാൻ കെൽപ്പില്ലേ? അരുതാത്തതൊന്നും കേൾക്കാൻ നിങ്ങൾക്ക് പോലും കഴിയുന്നില്ല. അരുതാത്തതെല്ലാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ വേദനയോ ഒന്നും മനസ്സിലാകുന്നില്ല. എന്ത് അത്യാപത്താണ് മഹാരാജാവ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്? പങ്കുവയ്ക്കാനാകുന്നതെങ്കിൽ നിങ്ങളോടല്ലാതെ മറ്റാരോടും ഇത് പങ്കിടാനാകില്ല. കുഞ്ഞുണർന്നു. രണ്ടിലൊരാളാണ് ഏകസ്വര കേൾക്കുന്നത്. ആ കരച്ചിൽ ശുഭലക്ഷണമാണ്. കുഞ്ഞിനെ നമുക്കൊന്ന് കാണണം. അവന്റെ മൂർധാവിൽ തൊട്ട് അനുഗ്രഹിക്കണം. മഹാരാജാവ് അടിയന്റെ കുഞ്ഞിനെ തൃക്കൽ പാർക്കാൻ ആഗ്രഹിക്കുന്നത് തന്നെ അടിയങ്ങളുടെ സുഹൃതം. അനിഴം നക്ഷത്രം, തുലാം രാശി. അത് എങ്ങനെ? അതും ശാരംഗതൻ വെറും ജ്യോതിഷി മാത്രമല്ല, ത്രിലോകജ്ഞാനി കൂടിയാണ്. പാണ്ഡിത്യത്തിന്റെ കലവറ.
ഇതെന്ത് മറിമായം? ഉണർന്നു കഴിഞ്ഞാൽ നിർത്താതെ കരയുന്നവനാ ശൗര്യക്കാരൻ. എങ്ങനെ? മഹാരാജാവ് ഒന്ന് കഴുകിയപ്പോൾ തന്നെ ഇവൻ കരച്ചിലടക്കി. ചിരിക്കുകയാണല്ലോ. മോനെ, എന്തു പറ്റി? കുസൃതി കണ്ണനാണോ? മഹാരാജാവിന്റെ മുന്നിൽ വെറുതെ കരഞ്ഞാൽ തല കാണില്ലെന്നവരറിയാം. നേരം പോക്കിനകത്ത് ഒരു കൂരും പൊളിഞ്ഞു കിടപ്പുണ്ട്. അയ്യോ, വെറുതെ പറഞ്ഞതാ. അടിയനോട് ഒന്നും തോന്നരുത്. നാമും ഒരു ഫലിതം പറഞ്ഞതാ. നമ്മുടെ കുഞ്ഞി ഭാഗ്യം ചെയ്തവന് കൗശികപുരം മഹാരാജാവിന്റെ തൃക്കൈ സ്പർശം ഏറ്റുവാങ്ങാനുള്ള ഭാഗ്യം അവനുണ്ടായില്ല. രാജൻ, ഏതൊരമ്മയ്ക്ക് ഇത് പുണ്യ നിമിഷമാണ്. നാളെ അടിയന്റെ മകന്റെ പേരിടൽ ചടങ്ങാണ്. പക്ഷെ അതിപ്പോ കഴിഞ്ഞെന്ന് തോന്നുകയാ. ഈ അപൂർവ നിമിഷം കാണുമ്പോ. തോന്നലല്ല മോളെ, പരമാർത്ഥം. ഇനി പലതും സംഭവിക്കും അല്ലേ രാജൻ? അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മഹാരാജാവിന് അടിയങ്ങളോട് എന്തോ ഉണർത്തിക്കുവാനുണ്ട്. അടിയന്റെ ഭവനത്തിലേക്ക് ഈ അസമയത്ത് അങ്ങ് വന്നത് മറ്റെന്തോ ഉദ്ദേശത്തോടു കൂടിയാണ്. ഇനിയുള്ളവന്റെ പഴമനസ് അങ്ങനെ പറയുന്നു. നിങ്ങളുടെ ഊഹം വളരെ ശരിയാണ്. പ്രായമേറുന്തോറും ജ്ഞാനവും ഏറും. അത് അനുഭവങ്ങളിൽ പൊതിഞ്ഞു വെച്ച പ്രകൃതിയുടെ നിയമമാണ്. എന്താ, അങ്ങനെയല്ലേ? അങ്ങനെയാണോ? എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നത് പോലെ ഉള്ളിലകത്തൊരാള്. ഉദയനൻ പരിഭ്രമിക്കേണ്ട. മഹാരാജാവിനെ കൗശികപുരത്ത് നിന്നും ഈ സൗഖ്യദേശത്തെത്തിച്ചത് നാമാണ്. എന്തിനാണാവോ? പറയാം. മഹാരാജാവിന് സന്താനങ്ങൾ 2 പേരാണ്. ഒരു പുത്രനും ഒരു പുത്രി. 10ഉം 12ഉം വയസ്സ് പ്രായം. മക്കൾ പിറന്നത് അശുഭ മുഹൂർത്തത്തിലാണ്. കൗശികപുരത്തിന്റെ തകർച്ചയുടെ ആരംഭവും അവിടെ മുതൽ തുടങ്ങി. പ്രബലമായ സൈനിക വ്യൂഹമാണ് കൗശികപുരത്തിന്റെ മൂലധനം. എന്നാൽ ഇന്ന് നാടി ഉലയുകയാണ്. കാരണങ്ങളില്ലാതെ രാജ്യത്താകമാനം ദുരിതങ്ങൾ, മഹാമാരി, പ്രളയം. ശത്രുക്കൾ രാജ്യം പിടിച്ചെടുക്കുമെന്ന അവസ്ഥയിലാണ് ഇപ്പോൾ. കൗശികപുരം നിലംപതിക്കാൻ പോകുന്നുവെന്ന അയൽ രാജ്യങ്ങൾ പ്രചരിപ്പിക്കുന്നു. ആക്രമണങ്ങൾ എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകും. അപ്പോഴാണ് ജ്യോതിഷവിധിയിൽ തെളിഞ്ഞത്. എന്ത് തെളിഞ്ഞു? അടുത്ത അനന്തരാവകാശിയെ എത്രയും വേഗം പ്രഖ്യാപിക്കണമെന്ന്. പ്രായത്തിലല്ല കാര്യം. പ്രഖ്യാപനം നടന്നാൽ രാജ്യദോഷമകലും, പഴയ പ്രതാപം വീണ്ടും കിട്ടും. യുവരാജാവായി അവരോധിക്കുന്ന കുമാരന്റെ രാജ്യാഭിഷേകം യൗവനയുക്തനായ ശേഷം നടത്തിയാലും മതി. മഹാരാജാവിന്റെ പുത്രന് 12 വയസ്സായില്ലേ? ഇനി കുറച്ചു കാലം മതിയല്ലോ. ശരിയാ. 6 വർഷം കൂടി കഴിഞ്ഞാൽ രാജ്യകിരീടം അവന് സ്വന്തമാകുമായിരുന്നു. പക്ഷേ എന്താണ് നിർത്തിക്കളഞ്ഞത്? അനിഴം നക്ഷത്രം തുലാം രാശിയിൽ പിറന്ന ഒരു കുഞ്ഞായിരിക്കണം കൗശികപുരത്തിന്റെ കിരീടാവകാശിയാകേണ്ടത്. രാജ്യദോഷമകറ്റി രാജ്യത്തെ കൈപിടിച്ചുയർത്തേണ്ടത് ഇവനാണ്. എനിക്കിവനെ വേണം. കൗശികപുരം ഇവന്റെ വരവിനായി കാത്തിരിക്കുന്നു. തരില്ല മഹാരാജ്. അടിയന്റെ പൊന്നു മോനെ ഞാൻ തരില്ല. നിങ്ങൾ എന്താ മിണ്ടാത്തത്? കയ്യിൽ വന്ന മഹാലക്ഷ്മിയെ ആട്ടിപ്പായിക്കരുത്. ഒരു രാജ്യത്തിന്റെ രാജാവായി വാഴിക്കാനാണ് ഈ കുഞ്ഞിനെ ആവശ്യപ്പെടുന്നത്. നാളെ ലോകം വാഴ്ത്തേണ്ട മഹാരാജാവാണ് നിങ്ങളുടെ കയ്യിൽ. അത് മറക്കരുത്. എന്ത് പറഞ്ഞാലും നന്ദി പറ്റ കുഞ്ഞിനെ ഞാൻ വിട്ടുതരില്ല. തല പോയാലും ദയവായി എത്രയും വേഗം അങ്ങ് ഇവിടെ നിന്ന് പോകണം. ആരോടാണ് സംസാരിക്കുന്ന ഓർമ്മയുണ്ടോ? പിടിച്ചടക്കിയ പാരമ്പര്യമാണ് കൗശികപുരം മഹാരാജാവിൻ്റെത്. ഏതു മാർഗത്തിലൂടെയായാലും ലക്ഷ്യം പൂർത്തീകരിക്കുന്ന കുലമഹിമയുടെ പിന്തുടർച്ച അവകാശപ്പെടാനുള്ള അർഹതയാണ് കൗശികപുരത്തിന്റെ നേട്ടം. കേട്ടിട്ടില്ലേ ചോര വീണ് ചുവന്ന യുദ്ധഭീതികളെ കുറിച്ച്, പൊരുതിനേറിയ ഭൂവിസ്തൃതിയെ കുറിച്ച്? എണ്ണമറ്റ കണക്കുകൾ നിരത്തണമോ? പറയ.
അരുതേ, മരുമകളോട് കോപിക്കരുതേ. അറിവില്ലായ്മ ക്ഷമിക്കാനുള്ള കാരുണ്യം കാണിക്കണം. നാം ഉരിയാടാതിരിക്കുന്നത് മനുഷ്യത്വം ഇനിയും നമ്മിൽ അവശേഷിക്കുന്നത് കൊണ്ടാണ്. ആരുടെ മുന്നിലും നാം ഇങ്ങനെ ക്ഷമ കാണിച്ചിട്ടില്ല. സന്മനസ്സോടെ സന്തോഷത്തോടെ വേണം ഈ പൊന്നോമനയെ നമുക്ക് സമ്മാനിക്കാൻ. കണ്ണ് കൊതി തീർന്നിട്ടില്ല ഞങ്ങൾക്കിവന്. നെഞ്ചോട് ചേർത്ത് ചൂട് പകർന്ന് മതിയായിട്ടില്ല. അധികാരമോ അവകാശമോ ഒന്നും വേണ്ട. തട്ടിപ്പറിക്കരുതേ. ഈ കൈകൾ ഇവനിരുന്നോട്ടെ. ഞാനൊരു അമ്മയാണ്. അമ്മ. ഇവർ എനിക്ക് സൂര്യനും ചന്ദ്രനുമാ. ഏതെടുത്താലും ഞങ്ങൾ ഇരുട്ടിനാകും. അറിഞ്ഞുകൊണ്ട് ഞങ്ങളുടെ കണ്ണുകൾ കുത്തിപ്പൊട്ടിക്കരുത്. അരുത്. ശാപവാക്കുകളോ നെഞ്ചു പുലർത്തുന്ന വർത്തമാനങ്ങളോ പാടില്ല. ഭിക്ഷ യാചിച്ചു നിൽക്കുന്നത് നാമല്ലേ? രാജൻ, അതേ ശാരംഗത, ആവശ്യം നമുക്കല്ലേ? കാൽ ചുവട്ടിലെ മണ്ണൊലിച്ചു പോകാതിരിക്കാൻ, പരിഹാസവാക്കുകളുടെ ഉമത്തിയിൽ വെന്തുരുകാതിരിക്കാൻ, പൂർവികരുടെ ആത്മാക്കളുടെ അതിരുകളിൽ എതിരാളികളുടെ കൊടുക്കൂറ പാറാതിരിക്കാൻ നമുക്ക് ഇവനെ വേണം. തരണം. തന്നേ പറ്റും. എന്റെ മുന്നിൽ ധീരനായ ഭൂപതി കൈകൂപ്പി ധ്യാനിച്ചു നിൽക്കരുത്. ഈ ശാപം എന്നെ എന്റെ കുടുംബത്തെയും മുച്ചൂടും മുടിക്കും. കൈയെടുക്കൂ മഹാരാജൻ. ഉദയ, മോനെ കൊടുക്കടാ. ഔദാര്യമല്ലല്ലോ. ലോകമറിയുന്ന മഹാത്മാവായി നമ്മുടെ കുഞ്ഞ് വളരട്ടെ. ദിഗ്വിജയഭേരി മുഴക്കട്ടെ. അപൂർവ ജന്മത്തിന് ജന്മം നൽകിയ മാതാപിതാക്കളായി നിങ്ങൾ രണ്ടാളും വാഴ്ത്തപ്പെടട്ടെ. കരയരുത്. സന്തോഷത്തോടെ നമുക്കിതിനെ നൽകാം. അവന്റെ അമ്മയാ ഞാൻ. എന്റെ മോൻ അവൻ കരയുകയാ. കൊടുത്തോട്ടെ. എഴുന്നേൽക്കൂ. കുഞ്ഞിനെ വാങ്ങൂ. കൗശികപുരം എന്നും ഈ കുടുംബത്തോട് കടപ്പെട്ടിരിക്കും. നിങ്ങളുടെ കുഞ്ഞ് നമ്മോടും നമ്മുടെ മറ്റു സന്താനങ്ങൾക്കുമൊപ്പം വളരും. 18 തികയുന്ന അന്ന് ഇവൻ അഭിഷിക്തനാകും. നാളെ പേരിടിയിൽ നടക്കേണ്ട സമയം തന്നെ അവിടെ ഇവന്റെ രാജകീയ രംഗപ്രവേശ പ്രഖ്യാപനം നടക്കും. ഏവരും സന്തോഷിക്കേണ്ട സമയമാണിത്. ഇവന്റെ പേരിടീലിന് പകരം നാളെ അവിടെ നടക്കുന്നത് ഇവൻ രാജാവായി മാറുന്ന അസുലഭ നിമിഷത്തിന്റെ ആരംഭോത്സവമാണ്. ഇവിടെ ഇരുന്ന് നിങ്ങൾ മൂവരും പ്രാർത്ഥിക്കുക. കാലം കൈവെള്ളയിൽ കൊണ്ടുവന്ന സൗഭാഗ്യത്തെ കാത്തുകൊള്ളണമേ. ഞങ്ങൾക്കിവനെ കാണണമെന്ന് തോന്നുമ്പോൾ വരാം. ആരും അറിയാതെ മാറി നിന്ന് കാണാം. ഇവൻ നമ്മുടെ പുത്രനായി തന്നെയാണ് വളരേണ്ടത്. മറ്റൊന്നും ഇവൻ അറിയരുത്. അറിയേണ്ട സമയത്ത് നാം അറിയിക്കും. വരില്ല. ഞങ്ങൾ ആരും തന്നെ ഭയപ്പെടേണ്ട മഹാരാജ. അമൂല്യമായ രത്നങ്ങൾ കൗശികപുരത്തിന്റെ മാത്രം നിധിശേഖരമാണ്. അതിൽ നിന്നും ഒരു പങ്ക് നാം കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾക്കുള്ള സമ്മാനമായി. ആരവിടെ? തുറന്നു നോക്കൂ. ഭാഗ്യം കുടികൊള്ളുന്ന, എവിടെ നിൽക്കുന്നുവോ അവിടെ മഹാ ഐശ്വര്യം കൊണ്ടുവരുന്ന നമ്മുടെ അശ്വപ്രമുഖരിൽ ഒന്നാമനായ രാഘവം എന്ന കുതിരയെ നാം സമ്മാനമായി തരുന്നു. രാഘവൻ, ഇവനെ നഷ്ടപ്പെടുത്തിയാൽ ഭാഗ്യം പടിയിറങ്ങും. രാഘവമാകട്ടെ നമുക്ക് പകരം തരാനുള്ള മറ്റൊരു നിധിശേഖരം.
കാലം കുറിച്ചിട്ട വൈഷ്ണവി, കാമനകൾ പൂവിടുന്ന ചാരുതയിൽ വൈഷ്ണവി, കനവാടും കതിരാടും ഭാവനയിൽ പൂത്തുലയിൽ പൂക്കളാക്കി നാവുകൾ നടനമാടുന്നിതാ, നാവുകൾ നടനമാടുന്നിതാ. വൈഷ്ണവി 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 വൈഷ്ണവി. പോയ കാലങ്ങളെ മാലയം ചാത്തിയിടും വസന്ത ഗായകർ പാടിയും, പോയ കാലങ്ങളെ മാലയം ചാത്തിയിടും വസന്ത ഗായകർ പാടിയും, വീണവീട്ടി കാളമിടും നിള പോലും പാടിടും നിലാ. വൈഷ്ണവി വൈഷ്ണവി. രാഘവം, അച്ഛന് വഴിതെറ്റി. നീ പുഴയിലിറങ്ങാൻ മടിച്ചതുകൊണ്ട് ഞാൻ യാത്ര കരമാർഗമാക്കിയത്. ചില സമയം നീ കൊച്ചു കുട്ടികളെ പോലെയാ. മിണ്ടാതെ, ആരെങ്കിലും ഇങ്ങോട്ട് വന്നാൽ ആപത്താ. നീലിമ പെങ്ങളുടെ കല്യാണ ആവശ്യത്തിലേക്കുള്ള രത്നങ്ങളാ വള്ളത്തിൽ. അതാരെങ്കിലും തിരിച്ചറിഞ്ഞാൽ നമ്മൾ രണ്ടാളും മാത്രമല്ല, ഉദയനൻ എന്ന രത്നവ്യാപാരിയും കാണില്ല. കാലം പിഴച്ചതാ. നമ്മൾ ദിശ മാറിയാണ് വന്നത്. ഞാൻ ശരിയായ ദിശയിലൂടെ തന്നെയാ വന്നത്. അച്ഛന് വഴിതെറ്റിയപ്പോൾ ഒപ്പം കരയിലൂടെ അനുഗമിക്കാനേ എനിക്ക് കഴിഞ്ഞുള്ളൂ. ഞാൻ പലപ്പോഴും കൈ കാട്ടിയിട്ടും ഉറക്കെ കൂകി വിളിച്ചിട്ടും അച്ഛൻ കേട്ടില്ല. ഒന്ന് കരയിലേക്ക് നോക്കണ്ടേ? പിന്നെന്ത് ചെയ്യും? ആരോ എന്റെ വള്ളം ചുറ്റിച്ചതാടാ. ആര് ചുറ്റിച്ചു? അറിയില്ല. തല മുഴുവൻ കലക്കി മറിച്ചു. ആരോ തലയിൽ പിടിച്ച് കറക്കുന്നത് പോലെ തോന്നി. നോക്കുമ്പോ ആരെ കാണുന്നുമില്ല. കരയിലേക്ക് നോക്കാൻ ശ്രമിക്കുമ്പോ വള്ളം കുലുങ്ങുന്നത് പോലെ. മനഃപൂർവ്വം വഴി തെറ്റിച്ചതാ. ആര്? എനിക്കറിയില്ല. എന്നോട് ദേഷ്യപ്പെടണ്ട. ഞാൻ പറഞ്ഞതാ പോകണ്ടെന്ന്. ആര് കേൾക്കാൻ? മഹാവിഷ്ണു തന്നതാടാ എനിക്ക് നീലിമയെ. എന്റെ പൊന്നു മകളാണവൾ. രത്നവ്യാപാരിയായ ഉദയനന്റെ മകളുടെ മംഗല്യം നാടറിയണം. നീ മുന്നിൽ നിന്ന് നവവരനെ സ്വീകരിക്കണം. അവളുടെ ഉടൽ രത്നങ്ങളാൽ പൊതിയണം. വരന്റെ വീട്ടുകാരുടെ കണ്ണു മഞ്ഞളിക്കും വിധത്തിൽ അമൂല്യമായ രത്നാഭരണങ്ങൾ പേടകത്തിലാക്കി കൊടുത്തയക്കുകയും വേണം. അച്ഛന്റെ സ്വപ്നമാണ്. പ്രാണനേക്കാൾ വലിയ സ്വപ്നം. കാര്യമൊക്കെ ശരിയാ. പെട്ടിയിലിരിക്കുന്ന രത്നങ്ങൾ അപകടം വിളിച്ചു വരുത്താതിരുന്നാൽ മതിയായിരുന്നു. കരുത്തനായ നീ അരികിലില്ലേ? എനിക്ക് ഭയമില്ല. നിനക്കോ? ഭയരഹിതനാണ്. കൈവശമുള്ള ഈ രത്നശേഖരം ജീവൻ പോയാൽ മാത്രമേ നഷ്ടപ്പെടാൻ അനുവദിക്കൂ. അച്ഛൻ ഈ മകൻ തരുന്ന വാക്ക്. ജീവൻ കളയാതെ സംരക്ഷിക്കാനുള്ള സാമർഥ്യം, അതാണ് ആവശ്യം. വികാരമല്ല, വിവേകമാണ് വേണ്ടത്. ഇവിടെ ഏതാണ് സ്ഥലം? ഒന്നും മനസ്സിലാകുന്നില്ല. ഇത് വഴിതെറ്റി ദേശം. വഴിതെറ്റി ദേശമോ? അതെ, ഇത് വഴിതെറ്റിപ്പുഴ. ഈ പുഴയിലൂടെ പോകുന്ന പലരെയും
ഈ പുഴ വഴിതെറ്റിച്ച് ഇവിടെ കൊണ്ടുവരും. വഴിതെറ്റി വിഷമിച്ച് ഭയന്ന് എത്തുന്നവർക്ക് വിശ്രമിക്കാൻ ഈ ദേശം. അങ്ങനെ വഴിതെറ്റിപ്പുഴയുടെ തീരത്തുള്ള ദേശത്തിന് വഴിതെറ്റി ദേശമെന്ന് പേരും. എങ്ങനെ പുഴ വഴിതെറ്റിക്കും? കഥ ഇങ്ങനെ. കടന്നു വരുന്ന വഴിയിൽ മഹാവിഷ്ണു ക്ഷേത്രത്തിന്റെ കിഴക്ക് ഗോപുരം ദർശനാഭിമുഖമായി വരും. ആ ഭാഗം യാത്രക്കാരായ ചിലരുടെ കണ്ണിൽ പെടില്ല. അതായത് അവിടെ എത്തുമ്പോൾ ആ ഭാഗത്തേക്ക് നോക്കിയില്ല എന്ന് വരാം. മറ്റു ദിക്കുകളിലായിരിക്കും ശ്രദ്ധ. അങ്ങനെ ശ്രദ്ധിക്കാത്തവരുടെ ദിശ ഭഗവാൻ തന്നെ തെറ്റിച്ചുവിടും. ഇത് വിശ്വാസമാണ്. പിന്നീട് ആ വഴി പോകുന്നവർ ആ ഭാഗമെത്താൻ പ്രാർത്ഥനയോട് കാത്തിരിക്കും. അതിനുവേണ്ടിയുള്ള ഒരു സൂത്രപ്പണിയാണ് ഈ വഴിതെറ്റിക്കൽ. ഹോ, അതിശയം തന്നെ. മഹാവിഷ്ണു മാപ്പാക്കണേ, അറിയില്ലായിരുന്നു എനിക്ക്. അത് സാരമില്ല. ഇനി ഒരിക്കൽ ക്ഷേത്ര ദർശനം നടത്തിയാൽ മതി. ഞങ്ങളുടെ ഇഷ്ടദേവന മഹാവിഷ്ണു, കുലപരദേവൻ. പുഴമാർഗം വന്നപ്പോ ഇങ്ങനൊരു വിശ്വാസം നിലനിൽക്കുന്ന കാര്യം അറിയില്ലായിരുന്നു. ഇനിയിപ്പോൾ ഈ പുഴവക്കിൽ വിശ്രമിച്ച് രാവിലെ യാത്ര തിരിക്കാം. ചോരന്മാരുള്ള സ്ഥലമാണിത്. അതിന് ഞങ്ങളുടെ കയ്യിൽ വിലപിടിപ്പുള്ളതൊന്നുമില്ല. എന്തെങ്കിലും കാണുമെന്നുള്ള തെറ്റിദ്ധാരണ നിമിത്തമാണ് ചോരന്മാർ പലപ്പോഴും വഴിയാത്രക്കാരെ ആക്രമിക്കുന്നത്. പരിചയപ്പെട്ടപ്പോൾ ഒരു ഇഷ്ടം തോന്നി, അതുകൊണ്ട് പറഞ്ഞതാ. താങ്കൾ ആരാണ്? ഈ ദേശത്തെ പ്രാമാണിക കുടുംബങ്ങളിൽ ഒന്നാണ് എന്റേത്. ദേശവാഴിവരെ ബഹുമാനിക്കുന്ന സൗരാവതി കുഞ്ഞമ്മയുടെ മകൻ. സന്തോഷം. ഗ്രഹത്തിൽ വേറെ ആരൊക്കെയുണ്ട്? ഞാനും അമ്മയും പെങ്ങൾ ശ്രദ്ധാവതിയും പിന്നെ തീപ്പെട്ട പിതാവിന്റെ അമ്മായിയും കുറെ ഭൃത്യരും. പേരെടുത്ത കുടുംബക്കാരാ അല്ലേ? അതെ. നിങ്ങൾ ഏത് ദേശക്കാരാ? കാമ്യദേശക്കാർ. എവിടെ പോയി വരുന്നു? അത് പിന്നെ കുട്ടികൾക്ക് വേണ്ട കളിക്കോപ്പുകൾ ഉണ്ടാക്കി കൊടുക്കൽ അച്ഛന്റെ പ്രധാന ഇഷ്ടമാണ്. അതിനുവേണ്ട കോപ്പുകൾ വാങ്ങി വരുന്ന വഴിയാ. കളിക്കോപ്പ് വിൽപ്പനക്കാരാണോ? അല്ല, കുടുംബ പരദേവതയുടെ തിരുവുത്സവ ദിനത്തിൽ അവിടെ വരുന്ന കുട്ടികൾക്ക് ഞങ്ങളുടെ കുടുംബം വക കളിക്കോപ്പുകൾ സ്വന്തം കൈയാൽ നിർമ്മിച്ചു നൽകും. അതൊരാചാരമാണ്. കളിക്കോപ്പുകൾ അലങ്കരിക്കാനുള്ള അലങ്കാര വസ്തുക്കളാണ് വള്ളത്തിൽ. ആ, അതാർക്ക് വേണം? അതവിടെ ഇരിക്കട്ടെ. നിങ്ങൾ രണ്ടുപേരും ഇവിടെ കിടന്ന് മഞ്ഞു കൊള്ളാതെ ചോരന്മാർക്ക് ഇരയാകാതെ എന്റെ ഗൃഹത്തിലേക്ക് പോകുന്നു. വിശ്രമിച്ച് രാവിലെ തിരിച്ചു പോകാം. ഓ, അത് വേണ്ട. ക്ഷണിച്ചതിന് നന്ദി. അത് പറ്റില്ല. ഈ ദേശത്ത് വന്നിട്ട് ആരും ബുദ്ധിമുട്ടരുത്. മാത്രമല്ല, സൗരാവതി കുഞ്ഞമ്മ എന്ന എന്റെ മാതാവ് പറഞ്ഞാൽ നീറ്റിലും നിലക്ക് നിർത്തില്ല. ഒന്നോളൂ. അല്ല, അത് വരണം സുഹൃത്തെ. എങ്കിൽ ഈ കളിക്കോപ്പ് നിർമ്മാണ വസ്തുക്കൾ കൂടി എടുക്കാം. ഇഷ്ടം പോലെ.